അവർ വന്നില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചു. കോംപ്രമൈസിന് പോയില്ല. മദ്യം കൊടുത്തിട്ട് അവർ കല്യാണത്തിന് വരണ്ടായി നമ്മൾ വെച്ചു. അവർ വന്നില്ലെങ്കിലും യേശു വന്നാൽ മതി തീരുമാനമെടുത്തു. ഹല്ലേലൂയ. അവർ വന്നില്ലെങ്കിലും യേശുവിനെ ഞങ്ങൾ ക്ഷണിച്ചു. യേശു വന്നാൽ മതി എന്ന് പറഞ്ഞു. അതുകൊണ്ട് എന്നായിരുന്നു ഞങ്ങളുടെ ജീവിതമൊക്കെ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുക. മനസ്സിലായി? നമ്മൾ എന്നാ ചെയ്യണം? യേശു വന്നില്ലെങ്കിലും കുഴപ്പമില്ല, എടാ പൊട്ടിച്ചു കൊടുക്കടാ. അമ്മാച്ചനല്ലേ, ചിറ്റപ്പനല്ലേ, അങ്കിളല്ലേ, എടാ അവരെയൊക്കെ വേദനിപ്പിച്ചിട്ടാണോടാ നമ്മുടെ വീട്ടിൽ ഒരു കല്യാണമൊക്കെ നടക്കുന്നത്. കൊടുക്ക, ഒട്ടിച്ച് ഓടിച്ചൊക്കെ കൊടുക്കും. കുടുംബത്തിലേക്ക് അസമാധാനവും ശാപവും കടന്നു വരുന്നതിന്റെ കാരണം ഇതാ. ദൈവാനുഗ്രഹം വരികയല്ല. പള്ളി വരും നിങ്ങൾ, തിരുനാളിന് കൊടിയും പിടിച്ച് പ്രദക്ഷിണം നടത്തും, എല്ലാ അനുഷ്ഠാനങ്ങളും ചെയ്യും. കൃപ ഇറങ്ങിയല്ല, അഭിഷേകം വരികയല്ല, ദൈവ സമാധാനം ദാമ്പത്യ ജീവിതത്തിൽ വരികയല്ല. ചേർന്ന് പറഞ്ഞേ, കരം ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ, ഉണർവോടെ പറഞ്ഞേ. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ആ പാവപ്പെട്ട വീടാണെങ്കിലും, നാട്ടിൽ അറിയപ്പെടാത്ത ഒരു വീടാണെങ്കിലും, ഒരു പേരുമില്ലാത്ത പെരുമയില്ലാത്ത ഒരു വീടാണെങ്കിലും, ആ കുടുംബനാഥന് ദൈവഭയമുള്ള ഒരു കുടുംബനാഥനായിരുന്നു. അതുകൊണ്ട് എന്നായിരുന്നു? ആരെയും വിളിച്ചില്ലെങ്കിലും യേശുവിനെയും യേശുവിന്റെ ശിഷ്യന്മാരെയും കല്യാണത്തിന് വിളിച്ചു കൊണ്ടാണ്. അതുകൊണ്ട് ഒന്നാം സ്ഥാനം യേശുവിനെ വിളിക്കണം, യേശുവിന്റെ ദാസന്മാരെ വിളിക്കണം. അവരെയൊക്കെ വിളിച്ച് പ്രാർത്ഥിപ്പിക്കണം. അപ്പോൾ ദൈവകൃപയാണ്, അഭിഷേകം. ഓന്തിന്റെ കളർ മാറുന്ന പോലെ നാക്ക് എപ്പോഴും മാറി ഉപയോഗിക്കുന്നവരെ രാഷ്ട്രീയക്കാരൻ വന്ന് പെരക്കാത്ത കയറുന്നതിലും നല്ലതാണ്. അവിടെ യേശു ശിഷ്യന്മാരും വീട്ടിലെ ക്ഷണിച്ചാലേ വരുള്ളൂ കേട്ടോ. മറ്റവരൊക്കെ വലിയ കയറി വരുമ്പോഴേ യേശു ശിഷ്യന്മാർ ക്ഷണിച്ചാലേ വന്നു. വായിച്ചു സാറേ. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. അവിടെ എന്നാ തീർന്നു പോയത്? വീഞ്ഞ് തീർന്നു പോയി. അങ്ങനെ വരാൻ പാടുണ്ടോ? എടാ, യേശു അവിടെ ഇല്ലേ വീട്ടില്? യേശു അവിടെ ഉണ്ടെങ്കിൽ തീരാൻ പാടുണ്ടോ? നമ്മുടെ യുക്തിയിലുള്ള ചോദ്യങ്ങളാണ്. യുക്തിവാദികൾ ഇപ്പോൾ ഇഷ്ടമുണ്ട്. യുക്തിവാദികൾ, ഏറ്റവും കൂടുതൽ യുക്തിവാദികൾ ഇപ്പോൾ ക്രിസ്ത്യാനികളാണ്. മനസ്സിലായോ? യുക്തിവാദികളെ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികൾ ഇപ്പോൾ. നേരത്തെയൊക്കെ നിരീശ്വരവാദികൾ എന്ന പേരിൽ അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. നിരീശ്വരവാദികൾ, ഇപ്പൊ നിരീശ്വരവാദികൾ എന്ന പേരില്ല, യുക്തിവാദികൾ. അവർ യുക്തിവാദികൾ എന്ന പേര് പോലും ഉപയോഗിക്കുകയല്ല. ഫേസ്ബുക്കിലും അവിടെ ഇവിടെ എല്ലാം കാണാം. സംശയങ്ങളിടും, സംശയങ്ങൾ. മനസ്സിലായോ? ബൈബിളിലുള്ള ഓരോ കാര്യങ്ങൾ, ഉൽപ്പത്തിയിലെ നമുക്ക് കൺഫ്യൂഷൻ വരുന്ന ക്വസ്റ്റ്യൻസ് ഇട്ട് ചോദ്യങ്ങൾ ചോദിക്കുക. ചെറുപ്പക്കാർ മുഴുവൻ അത് കേട്ട് വിശ്വസിച്ച് പള്ളിയിൽ വരികയില്ല. ഇവിടെ ഇതിനകത്ത് എത്ര ചെറുപ്പക്കാരുണ്ട്? ചെറുപ്പക്കാരില്ല. അവർ വിശ്വാസത്തിൽ നിന്ന് അകന്നു പോവുക, പള്ളിയിൽ നിന്ന് അകന്നു പോവുക. അപ്പോ എടാ, യേശു ആ വീട്ടിലുണ്ടെങ്കിൽ അവിടെ വീഞ്ഞ് തീർന്നു പോകാൻ പാടില്ല. അങ്ങനെയല്ലേ? അത് നമ്മുടെ യുക്തിയിലുള്ള ചോദ്യമാണ്. എന്നാൽ അതിന് ഉത്തരമുണ്ട്. യേശു അവിടെ ഉണ്ടായിട്ടും, ശ്രദ്ധിക്കുക, യേശു ആ വീട്ടിൽ ഉണ്ടായിട്ടും അവിടുത്തെ വീഞ്ഞ് അവിടെ വീഞ്ഞ് തീർന്നു പോയി. ചിലപ്പോൾ ശിഷ്യന്മാര് കൂടുതൽ കുടിച്ചുകൊണ്ടായിരിക്കും ചിലപ്പോഴാണോ? വിട്ടക്കാം. എന്തായാലും യേശു അവിടെ ഉണ്ടായിരുന്നു എന്നിട്ടും, ശ്രദ്ധിച്ചു കേൾക്കണം കേട്ടോ, യേശു അവിടെ ഉണ്ടായിരുന്നു എന്നിട്ടും അവിടെ ഒരു കുറവുണ്ടായി. അവിടെ ഒരു കുറവ്, ചേച്ചി, അവിടെ ഒരു കുറവ് ഉണ്ടായി. യേശു നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഒരു കുറവ് ഉണ്ടാകും എന്നല്ല, ഉണ്ടാകാം. യേശു നമ്മളിൽ ഉണ്ടെങ്കിലും നമുക്കൊരു കുറവ് ഉണ്ടാകാം. ഹല്ലേലൂയ. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു വള്ളത്തെ പോവുക അക്കരയിലോട്ട്. യേശു ശിഷ്യന്മാരും വള്ളത്തിലോട്ട് പോവുക. അവിടെ യേശുവും ശിഷ്യന്മാരും വള്ളത്തിലോട്ട് പോകുമ്പം അവിടെ കൊടുങ്കാറ്റുണ്ടാകാൻ പാടില്ല. കൊടുങ്കാറ്റുണ്ടാകാൻ പാടുള്ളൂ. യേശുവല്ലേ അവിടെ ഇരിക്കുന്ന, അമരത്തിയിരിക്കുന്നത്. കൊടുങ്കാറ്റുണ്ടാകാൻ പാടുണ്ടോ?
എന്ന ചോദ്യം ചോദിക്കുന്നവരുടെ മുമ്പിൽ ശ്രദ്ധിക്കുക, യേശു ആ വള്ളത്തിൽ ഉണ്ടായിട്ടും അവിടെ ഒരു കൊടുങ്കാറ്റ് ഉണ്ടായി. കണ്ടോ? ഇതിലൂടെയുള്ള സന്ദേശം എന്താ? ഇതിലൂടെയുള്ള സന്ദേശം എന്താ? യേശു നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ കുറവുകൾ അടുത്ത നിങ്ങൾ പറ, യേശു നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കുറവുകൾ ഉണ്ടാകാം. ക്ഷയിക്കാൻ കൊടുത്തോട് പറ, യേശു നമ്മുടെ ആ വീട്ടിൽ ഉണ്ടായിരുന്നിട്ടും അവിടെ ഒരു കുറവ് ഉണ്ടായി. ഇനി ശ്രദ്ധിക്കുക, യേശു അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് എന്താ സംഭവിച്ചെന്നറിയാവോ? അവിടെ ഉണ്ടായ കുറവിനെ അവൻ പരിഹരിച്ചു. അവിടെ ഒരു കുറവുണ്ടായപ്പോൾ നാച്ചുറലായിട്ട് സ്വാഭാവികമായിട്ട് അവിടെ ഒരു കുറവുണ്ടായപ്പോൾ എന്ത് സംഭവിച്ചു? യേശു ഉണ്ടായിരുന്നത് കൊണ്ട് ആ കുറവിനെ യേശു എന്ത് ചെയ്തു? പറ, പരിഹരിച്ചു. യേശു ആ കുറവിനെ പരിഹരിച്ചു. ഇതാണ് യേശു ഉണ്ടായിരുന്നത് കൊണ്ടുള്ള പ്രയോജനം. യേശുവിനെ ആ കുടുംബനാഥൻ ക്ഷണിച്ചത് കൊണ്ടുള്ള പ്രയോജനം. ആ കുടുംബനാഥൻ യേശുവിനെ ക്ഷണിച്ചില്ലായിരുന്നു എങ്കിൽ സംഭവിക്കാൻ പോകുന്നത് ഊഹിച്ചു നോക്കിക്കേ. യേശുവിനെ ക്ഷണിച്ചില്ല എന്ന് വിചാരിക്കുക. ശിഷ്യന്മാരെ ക്ഷണിച്ചു, പക്ഷെ യേശുവിനെ ക്ഷണിച്ചില്ല എന്ന് വിചാരിക്കുക. എന്ത് സംഭവിക്കും? പതിവ് പോലെ ഇവിടെ ഒരു കുറവ് ഉണ്ടാകും. എന്നാ സംഭവിക്കും? പരാമച്ചി എന്തോ മിണ്ടുന്നില്ല. വീഞ്ഞ് തീർന്നു പോയി. അപ്പൊ എന്നാ സംഭവിക്കും? പറ താർമാരെ. നാണം കെട്ട് തുന്നം പാടി സങ്കടപ്പെട്ട് കരഞ്ഞ് ആ വന്നവരെല്ലാം ഈ ദേഹത്തെ താനൊക്കെ കരുതാൻ ചിന്തിക്കാൻ മേലായിരുന്നോ? ഇതൊക്കെ കണക്ക് കൂട്ടിയോണ്ട് ചെയ്തിട്ട് ഞങ്ങളെ നാണം കെടുത്താനിട്ടൊക്കെ കരുതി വേണ്ടേ? ഈ തെറിയും ചീത്തയും നാണം ഇതെല്ലാം കേട്ട് ഇതെല്ലാം ഉണ്ടാകാമായിരുന്നു യേശുവിനെ അദ്ദേഹം ക്ഷണിച്ചില്ലായിരുന്നു എങ്കിൽ. ഒരു പക്ഷേ എല്ലാവരും പോയി കഴിയുമ്പോൾ അന്ന് രാത്രി അദ്ദേഹം ചാകാമായിരുന്നു. ആ ഇന്നത്തെ സിറ്റുവേഷൻ അനുസരിച്ചിരുന്നെങ്കിൽ മനസ്സിലായ? ഇന്നത്തെ ട്രെൻഡ് അനുസരിച്ചായിരുന്നെങ്കിൽ അന്ന് രാത്രി പുള്ളി മരിച്ചേനെ. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇനി തീർന്നു പോയപ്പോ അയാൾ ക്ഷണിച്ചില്ല, തീർന്നു പോയപ്പോഴാ ആരാണ്ടും പറഞ്ഞു ഇനി എന്നാ ചെയ്യാൻ പറ്റും, ഇനി എന്നാ ചെയ്യണം. ആരാണ്ടും പറഞ്ഞു യേശു എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ഉണ്ടോ? പുള്ളി വന്നാൽ കാര്യങ്ങൾ നടക്കും. ആണോ? ഇനി പുള്ളീനെ എവിടെ കിട്ടും? മൊബൈൽ കുത്തിക്കേ, കുത്ത്. റേഞ്ചില്ല. എവിടെയാ കിട്ടുന്നില്ല. ഇനി എവിടെ പോകും? ഓട്ടാ ഗണേശത്ത് പോകണോ, മറ്റടുത്ത് പോകണോ, ഓട്ടുക പല സ്ഥലത്തോട്ട്. ഇപ്പൊ മനസ്സിലായോ? ഹലോ ചേട്ടന്മാര് മനസ്സിലാകുന്നുണ്ടോ? കുടുംബനാഥന്മാര് മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് ഒരു അത്യാഹിതം വരുമ്പോഴല്ല, ഒരു ഇല്ലായ്മ വരുമ്പോഴല്ല, ഒരു തകർച്ച വരുമ്പോഴല്ല, ഒരു നഷ്ടം വരുമ്പോഴല്ല ദൈവമേ എന്ന് വിളിക്കേണ്ടത്. ഇപ്പൊ മനസ്സിലായ? പലപ്പോഴും ദൈവത്തെ വിളിക്കുന്നത്, ദൈവത്തെ ഓർക്കുന്നത് എപ്പോഴാ? തകർച്ച വന്നു കഴിയുമ്പോ, നഷ്ടം വന്നു കഴിയുമ്പോ, കടക്കണിയിൽ പെട്ട് കഴിയുമ്പോൾ, രക്ഷപ്പെടാൻ പറ്റാത്ത അധോഗതിയിൽ കഴിയുമ്പോഴാണ് യേശുവേ വിളിക്കുന്നത്. ബുദ്ധിയുള്ളവർ അങ്ങനെയല്ല. പിന്നെയോ അതിനു മുൻപേ പ്രത്യേകിച്ച് എനിക്ക് യേശുവിനെ വിളിക്കേണ്ട സാഹചര്യം ഇല്ല എന്ന് തോന്നുമ്പോൾ തന്നെ യേശുവിനെ വിളിക്കുന്നവരാണ് ബുദ്ധിമാന്മാര്. കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. പോരാ, ഇങ്ങനെ ഒച്ച പോരാ, ഉറക്കെ വിളിക്കേ, അല്പോടെ ഉറക്കെ വിളിക്കേ, വാ തുറന്ന് വിളിക്കേ. അതുകൊണ്ട് രോഗിയായിരിക്കുമ്പോൾ ഓടാതെ, കടബാധ്യത കിടക്കുമ്പോൾ ഓടാതെ, കുടുംബം തകരുമ്പോൾ ഓടാതെ, മക്കൾ വഴിതെറ്റി പോകുമ്പോൾ ഓടാതെ,
മനസ്സിലായോ? ആരെങ്കിലും ആത്മഹത്യയുടെ വക്കിൽ ചെല്ലുമ്പോഴും ഓടാതെ ഇപ്പോൾ തന്നെ ആരോഗ്യമുള്ളപ്പോൾ, പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കുമ്പോൾ തന്നെ യേശുവിനെ വിളിക്കുന്നവരാണ് പാറയുടെ മേൽ വീട് പണിയുന്നവർ, ബുദ്ധിമാന്മാർ അവരാ. ഇത് എല്ലാവരും നേരെ തിരിച്ചാ. ഇപ്പം കുഴപ്പമൊന്നുമില്ല, യേശു ഒന്നും വലിയേച്ച് വന്നില്ലേലും കുഴപ്പമില്ല. ഞായറാഴ്ച ഒന്ന് പള്ളിയിൽ പോയിട്ട് ഒന്ന് കാണിച്ചിട്ടേക്ക് പോരണം, ഗോത്രക്കാഴ്ച പണി അങ്ങോട്ട് ഇട്ട് കൊടുത്തേക്കാം, പള്ളി ഭക്തനാണെന്നൊന്ന് കാണിച്ചേക്കണം. എന്നിട്ട് നമ്മുടെ ഉടായ്പുമായിട്ട് 6 ദിവസവും നടക്കുന്നത്. പേരിന് ക്രിസ്ത്യാനി അല്ല സഹോദര, എന്നും ക്രിസ്ത്യാനി ആയിരിക്കണം. സൺഡേ ക്രിസ്ത്യാനി ആയിട്ട് നടക്കരുത്. അടുത്തിരിക്കുന്ന പറ, സൺഡേ ക്രിസ്ത്യാനി ആയിട്ട് നടക്കരുത്. പറഞ്ഞേ, കൈ കൊടുത്തോട് പറ, സൺഡേ ക്രിസ്ത്യാനി ആയിട്ട് നടക്കരുത്. പറ, മുഖത്ത് നോക്കി പറ, ചേട്ടനോട് മുഖത്തോട് നോക്കി പറ, സൺഡേ ക്രിസ്ത്യാനി ആയിട്ട് നടക്കരുത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോൾ ഈ പാവപ്പെട്ട വ്യക്തിയാണെങ്കിലും, ഈ കുടുംബനാഥനൊരു പേരും അഡ്രസ്സും ഒന്നും ഇല്ലെങ്കിലും, ഈ പുള്ളി ബുദ്ധിയുള്ള ആളാണോ? ദൈവഭയമുള്ള ആളാണോ? പറ. അതെ, കേട്ടോ. അപ്പൊ അദ്ദേഹത്തിനറിയോ യേശു അവിടെ ഉണ്ടായിരുന്നു എന്ന് അപ്പോഴൊരു കുറവ് നാച്ചുറലായിട്ട് ഉണ്ടായി. അതുകൊണ്ട് എന്നാ ചെയ്തു? കൂടെ ഉണ്ടായിരുന്ന യേശു വളരെ ഈസി ആയിട്ട് ആ കുറവിനെ പരിഹരിച്ചു. അതുകൊണ്ട് യേശു നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഒരു ഇല്ലായ്മ വരുമ്പോഴല്ല യേശുവിനെ തേടി ഓടേണ്ടത്. എവിടെയാ പോകേണ്ടത്? ഏത് സ്ഥലത്തോട്ടാ? എവിടെയാ അനുഗ്രഹം കിട്ടുന്ന സ്ഥലം? എവിടെയാ കൃപ കിട്ടുന്ന? കൃപാസനത്തിലാണോ പോകേണ്ടത്? അല്ലെ വെറ്റടത്താണോ പോകേണ്ടത്? എവിടെ പോയ എണ്ണ ഒഴിക്കേണ്ടത്? എവിടെ പോയ തിരികെത്തിക്കേണ്ടത്? ഏത് മലയാ കയറേണ്ടത്? അല്ലല്ലല്ല, ഒരു മലയിലെ കയറണ്ട. അവൻ മലയിൽ നിന്ന് ഇറങ്ങി നിന്റെ അടുത്തോട്ട്